മണിയമ്പിള്ള രാജുവിനെതിരെയും കേസെടുത്തിരിക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. തടിയ എന്ന സിനിമാ സെറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് മണിയൻപിള്ള രാജുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുകേഷിനെതിരെ പരാതി നൽകിയ അതേ നടി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. 356, 376 വകുപ്പുകളാണ് മണിയമ്പിള്ള രാജുവിന്റെ കേസ്. വിഷ്ണു സുരേഷിലേക്ക് പോകാൻ സമയമുണ്ടോ? അത് ബ്രേക്കിൽ പോണ്ടേ? ഓക്കെ വിഷ്ണു സുരേഷിലേക്ക് പോകുന്നു. വിഷ്ണു, ഇവിടെ നേരത്തെ ഇത് ഏറെക്കുറെ സമാനമായി മറ്റേ മീറ്റു സമയത്ത് ഈ ആരോപണങ്ങൾക്ക് ഒരിക്കൽ വന്നിരുന്നതാണ്. മണിയമ്പിള്ള രാജുവിൻ്റെയൊക്കെ ഉണ്ടായിരുന്ന ഓർമ്മയില്ല. പക്ഷേ ആ ആരോപണങ്ങൾ തന്നെ വീണ്ടും റീസർവേസ് ചെയ്യുമ്പോൾ അതിൽ പടയുന്ന മൊഴിയിലേക്ക് പോകുന്നു, പടയുന്ന കേസിലേക്ക് പോകുന്നു. ഹേമ കമ്മിറ്റി ഇമ്പാക്റ്റ് ചെറിയ ഇമ്പാക്റ്റ് അല്ല വിഷ്ണു. ഹേമ കമ്മിറ്റി ഇമ്പാക്റ്റ് കേരളത്തെ പിടിച്ചു കുലുക്കുകയാണ്, സിനിമാ മേഖലയെ പിടിച്ച് കുലുക്കുകയാണ്, ആടിയുലയുകയാണ് സിനിമാ മേഖല. പ്രത്യേകിച്ച് അമ്മയിലൊക്കെ ഉണ്ടായിരുന്ന പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോൾ നടന്മാരിലേക്ക് കേസിന്റെ രൂപത്തിലേക്ക് അത് എത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മണിയമ്പിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നേരത്തെ നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. മണിയമ്പിള്ള രാജുവിനെതിരെ 356, 376 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. തടിയ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മണിയമ്പിള്ള രാജു തന്നെ അതിക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ നടി പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ കേസെടുത്തിരിക്കുന്നു. അന്ന് അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ മണിയമ്പിള്ള രാജു ഈ ഡോറിൽ വന്ന് മുട്ടുന്നതും നിരന്തരം ശല്യം ചെയ്തതും താൻ തൻ്റെ സഹപ്രവർത്തകയായ ഗായത്രിയോട് പറഞ്ഞിരുന്നു. അവരും അക്കാര്യം സ്ഥിരീകരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ മണിയമ്പിള്ള രാജുവിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായ നോബിളിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതും ഇതേ നടിയുടെ പരാതിയിലാണ്. അങ്ങനെ 7 പരാതി നൽകിയതിൽ 6 പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. ഇനി ഒരാൾ കൂടിയുണ്ട്, വിച്ചു എന്നാണ് അയാളുടെ പേര്. അയാൾക്കെതിരെ ആ കേസ് ഒരല്പസമയത്തിനകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം നൽകിയാണ് വിച്ചുവിനെതിരെ പരാതി നൽകിയത്. അയാൾക്കെതിരെ നേരത്തെയും ഒരു നടി രംഗത്തെത്തിയിരുന്നു, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്തെത്തിയിരുന്നു. അയാൾക്കെതിരെ കൂടി കേസ് വരാനുള്ള സാധ്യത നിലവിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എറണാകുളം സ്വദേശിനിയായ നടി നൽകിയ പരാതിയിൽ നടൻ ജയസൂര്യ, MLA മുകേഷ്, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, പ്രൊഡക്ഷൻ കൺട്രോളറായ നോബിൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ലോയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന VS ചന്ദ്രശേഖരൻ, അങ്ങനെ 6 പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. SIT ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ കേസ്. ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇതിൽ എല്ലാവർക്കും എതിരെ എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹാഷ്മി, തടിയ എന്ന സിനിമാ സെറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് കേസ്. IPC 356, 376 പ്രകാരമാണ് കേസ്. ഹേമ കമ്മിറ്റി ഇമ്പാക്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിലേക്ക് തുടർന്ന് തുടർ ചർച്ചകൾ, തുടർ വെളിപ്പെടുത്തലുകൾ. അങ്ങനെ മലയാള സിനിമാ ലോകം മാത്രമല്ല രാഷ്ട്രീയ ലോകം കൂടി വല്ലാതെ കലുഷമാകുന്ന വല്ലാത്ത മണിക്കൂറുകളാണെന്ന് ഉറപ്പായും പറയേണ്ടി വരും. വിഷ്ണു സുരേഷ് തുടരുന്നു. വിഷ്ണു, ഇന്നലെ ഏറെ ദീർഘസമയമാണ് ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. പ്രധാനമായും ഈ നടിയുടെ മൊഴി പ്രകാരമാണ് കൂടുതൽ താരങ്ങൾക്കെതിരായ കേസ്, അല്ലേ? ഹാഷ്മി, 7 പരാതിയാണ് ഇവർ നൽകിയത്. അതിൽ 6 പരാതിയിലും കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 7ാമത്തെയിലും രജിസ്റ്റർ ചെയ്യും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അത് 6 പരാതിയും 6 പേരും ചെറിയ ആളുകളല്ല, പ്രമുഖരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊന്ന് ഒരു MLA ആണ്, മുകേഷാണ്. മുകേഷിനെതിരെ ബലാത്സംഗ വകുപ്പ് ചുമത്തിയിരിക്കുന്നു. മറ്റൊന്ന് മണിയമ്പിള്ള രാജു ആണ്, സിനിമാ മേഖലയിൽ ഏറെ നാളമായി നിൽക്കുന്ന ഒരാളാണ്. തടിയ എന്ന സെറ്റിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് മണിയമ്പിള്ള രാജുവിനെതിരെയുള്ള ആരോപണം. യുവനടനായ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമാ സെറ്റിൽ വെച്ച് ജയസൂര്യ താൻ ശുചിമുറിയിൽ പോയി തിരികെ വരുന്ന ഘട്ടത്തിൽ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. പിന്നീട് ഇത് പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ സോറി പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കൂടുതൽ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് താനും തനിക്ക് നേരിട്ട ദുരനുഭവം പങ്കുവെക്കണം, അത് തൻ്റെ മനുഷ്യ മനസാക്ഷിയോട് പങ്കുവെച്ചില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ദ്രോഹമായിരിക്കുമെന്ന പശ്ചാത്തലത്തിൽ എറണാകുളത്തെ ഈ നടി തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ, ഈ നടന്മാരിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെല്ലാം പങ്കുവെച്ചത്. അത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ ചാനലിലൂടെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അവരെ സമീപിച്ചിരുന്നു. പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം ഫോണിലൂടെ ഈ വിവരങ്ങൾ ശേഖരിച്ചു. തൊട്ട് അടുത്ത ദിവസം തന്നെ ഇന്നലെ ഏകദേശം 10:30 അന്വേഷണ സംഘം അവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. രാത്രി 11:30 അന്വേഷണ സംഘം ഇവിടെ നിന്ന് മടങ്ങിയത്. ദീർഘനേരം ഇവരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം പ്രധാനമാണ്. കാരണം കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കേസാണ്. അതുകൊണ്ട് മൊഴികൾ വളരെ കൃത്യമായാൽ മാത്രമേ കേസെടുത്ത് അത് കോടതിയിൽ കൊണ്ടുപോയി പോലീസിന് പ്രോസിക്യൂഷന് ശക്തമായ വാദങ്ങൾ നിരത്താനാകും. അതുകൊണ്ട് വളരെ വിശദമായി തന്നെ ഈ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആ മൊഴി പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 6 പേർക്കെതിരെയും നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഹാഷ്മി, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രാവിലെ മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നത്
മുകേഷിനെതിരെ കേസ്, എന്താണ് ഏറ്റവും കൂടുതൽ മണിയമ്പിള്ള രാജുവിനെതിരെ കേസ്, കൂടുതൽ താരങ്ങൾക്കെതിരെ പരാതിയിൽ കേസ് വരുന്നു എന്നുള്ളതാണ് ഈ കൊച്ചിയിൽ മീറ്റു തന്നെ കാലത്ത് നിന്ന് 5 വ്യത്യസ്തമായി FIR എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത. അത് ജയസൂര്യ അടക്കമുള്ളവരുടെ മൊത്തം 5 കേസാണ്. ദാ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് അങ്ങനെ മലയാള സിനിമ സ്വാഹ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ സ്വാഹ അല്ല, അത് ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയാണ്. ഒരുപാട് പേർ അതിനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. അതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അതിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് അത് പരിഹരിച്ച് ആ മേഖലയെ മുന്നോട്ടേക്ക് നയിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അങ്ങനെ ആ മേഖല നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കാനും പാടില്ല, നശിച്ചു പോകാനും പാടില്ല.